ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ തകർപ്പനൊരു വിജയത്തോടു കൂടി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റിന്റെ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ മത്സരശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ ഭാഗത്തുനിന്ന് നിർണായക പ്രതികരണങ്ങളും എത്തിയിരുന്നു. ഈ ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിനാണ് ടീം ഇന്ത്യ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ 46.3 ഓവറിലാണ് മറികടന്നത്. സെഞ്ചുറിയുമായി വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭേദപ്പെട്ട ഇന്നിംഗ്സുകളുമായി രോഹിത് ശർമ്മയും KL രാഹുലും തിളങ്ങിയപ്പോൾ മധ്യനിരയിൽ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും നിരാശപ്പെടുത്തുകയായിരുന്നു. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 9 ഓവറിൽ 5 വിക്കറ്റിന് 35 എന്ന നിലയിൽ തകർന്ന ബംഗ്ലാദേശ് 228 എന്നുള്ള താരതമ്യേന മികച്ച ഒരു സ്കോറിലേക്ക് തന്നെയാണ് ഇന്നലെ എത്തിയത്. എന്നാൽ 5 വിക്കറ്റുകൾ ആദ്യം നഷ്ടമായിട്ടും ബംഗ്ലാദേശിനെ ചെറിയൊരു സ്കോറിലേക്ക് ഒതുക്കാനായി സാധിക്കാത്തത് തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ പോരായ്മയാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ വിജയം നേടിയെങ്കിലും പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് ടീമിൽ നിർണായകമായൊരു മാറ്റത്തിന് ടീം ഇന്ത്യ തയ്യാറായേക്കുമെന്നുള്ള സൂചനയാണ് മത്സരശേഷം കോച്ച് ഗംഭീറിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മത്സരശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ ടൂർണമെന്റ് ഏറ്റവും ഭംഗിയായി തന്നെ ആരംഭിക്കാനായി സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാറ്റിംഗിലും ബോളിംഗിലും തങ്ങൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായി സാധിച്ചിട്ടുണ്ട്. മികച്ച കാര്യങ്ങളെക്കാൾ ഉപരി നന്നാക്കേണ്ട കാര്യങ്ങൾക്ക് തന്നെയാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതോടെ തന്നെ ചെറിയ പോരായ്മകൾ പോലും തങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ്. ഫീൽഡിംഗിൽ നഷ്ടപ്പെടുത്തിയ ക്യാച്ചുകളെയും ഇവിടെ ഗംഭീർ ഇൻഡയറക്റ്റായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനെതിരായ അടുത്ത മത്സരത്തിനായി ടീം ഇന്ത്യ തയ്യാറാകുമ്പോൾ ബംഗ്ലാദേശിനെതിരെ ഇറക്കിയ പ്ലേയിങ് 11 ഒരു മാറ്റം കാണുന്നുണ്ട്. ഹർഷ്ദീപ് സിംഗിനെ മറികടന്നുകൊണ്ട് ഹർഷിത് റാണ പ്ലേയിങ് 11ലേക്ക് എത്തിയത് ആദ്യ മത്സരത്തെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് എലമെന്റായി തന്നെ വന്നിരുന്നു. തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഹർഷിത് റാണയ്ക്ക് ആദ്യ മത്സരത്തിലേക്ക് അവസരം നൽകിയത്. ലഭിച്ച അവസരത്തിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ ടീമിൽ ഉറപ്പാക്കിയിരിക്കുകയാണ്. സ്പിന്നറായ വരുൺ ചക്രവർത്തി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ 11ലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗംഭീറിന്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് വരുൺ ചക്രവർത്തി. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കുൽദീപ് യാദവിനെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിച്ചപ്പോൾ കാര്യമായ മികവ് കാട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 10 ഓവറിൽ 43 റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഒരു വിക്കറ്റ് പോലും അദ്ദേഹത്തിന് നേടാനായി സാധിച്ചിരുന്നില്ല. മധ്യ ഓവറുകളിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് റൺസ് ഉയർത്തുന്നതിന് ഇത് സഹായകമായി എന്നാണ് ടീം ഇന്ത്യയുടെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തിയെ ടീം ഇന്ത്യ കളിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. മധ്യ ഓവറുകളിൽ തങ്ങൾക്ക് സംഭവിച്ച പിഴവിനെ പറ്റി പരിശോധിക്കുമെന്നുള്ള ഗംഭീറിന്റെ സ്റ്റേറ്റ്മെന്റും തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിലേക്ക് ടീം ഇന്ത്യ പോകും എന്നതിന്റെ സൂചനകളായി കാണാനായി സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.